നമ്മുടെ തിരുവനന്തപുരം വികാസ് ഫണ്ട് ഡിപ്പോയിൽ നിന്നും പ്രമോഷനായി നെടുമങ്ങാട് ഡിപ്പോയിലേക്ക് ഇൻസ്പെക്ടറായി പോകുന്ന ശ്രീ സുധീഷ് സാറും ബിജു സാറും ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. വികാസ് ഫണ്ട് ഡിപ്പോയിലെ ആൾക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പല ഡിപ്പോയിലും ജോലി ചെയ്ത എല്ലാ ജീവനക്കാരും നമ്മൾ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപരി സ്നേഹത്തിൻ്റെ മാത്രം വിരുന്ന് തന്ന വികാസ് ഫണ്ട് ഡിപ്പോയിലെ സഹപ്രവർത്തകരെ മറക്കാൻ കഴിയില്ല. ഡ്രൈവർമാരോ കണ്ടക്ടർമാരോ മെക്കാനിക്കുമാരോ ഇല്ലാത്തവരും ആ സമയത്തും വികാസ് ഭവനെ സഹായിക്കാൻ ഓരോ ജീവനക്കാരും നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. ഏത് പ്രതിസന്ധി സാഹചര്യത്തിലും കൂടെ നിന്ന പ്രിയ സഹപ്രവർത്തകർ, എൻ്റെ സഹോദരി സഹോദരന്മാരായ എല്ലാ ജീവനക്കാരോടും 1000 നന്ദി ഞങ്ങൾ രണ്ടുപേരും അർപ്പിക്കുകയാണ്. ആ സ്നേഹത്തിന് ഒരിക്കലും വിലമതിക്കാനാകില്ല. ആ സ്നേഹം ഞങ്ങളെ ഏറ്റവും ഹൃദയത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും എന്ന് മാത്രം പറയുന്നു. ഇവിടുന്ന് ഇങ്ങനെ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതിൽ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ജീവിത രീതിക്കനുസരിച്ചുള്ള അതിൻ്റെ മാനേജ്മെൻറ്റ് ഇതിനനുസരിച്ചുള്ള ഒരു പ്രൊമോഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പ്രൊമോഷൻ വേണ്ടെന്ന് വയ്ക്കാൻ നമുക്ക് മനസ്സ് വന്നില്ല. എങ്കിലും ഇവിടുത്തെ ജീവനക്കാരായിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ വിട്ടുപോകുന്നതിൽ അതിയായ വിഷമമുണ്ട്. സാറ് വികാസ് ഫണ്ട് ഡിപ്പോയിൽ വന്നിട്ട് എത്രയായി? 3 വർഷമായി. ഇപ്പോൾ ഇൻസ്പെക്ടറായിട്ട് തന്നെയാണോ? നെടുമങ്ങാട് ഡിപ്പോ തന്നെ. ഒരു ഇൻസ്പെക്ടർ എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്കൊരു സഹോദരന്മാരായിരുന്നു രണ്ടുപേരും. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ടൂറാണെങ്കിലും ഇപ്പോൾ വികാസ് ഭവനിൽ ഇപ്പം കാണുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് ഇവർ രണ്ടുപേരുമാണ്. ഇവർ രണ്ടുപേരുടെ കൂടെയും ജോലി ചെയ്തതിന് വളരെ സന്തോഷം. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു രണ്ടുപേരും. സുധീഷ് സാറിനും ബിജു സാറിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സാറ് നമുക്കിവിടെ ഉണ്ടായപ്പോൾ വളരെ സഹായമായിരുന്നു. സുധീഷ് സാറ് എല്ലാം കൊണ്ടും പെർഫെക്റ്റാണ്. ഇതിനപ്പുറം വേറെ വാക്കുകളില്ല. കാരണം വെച്ചാൽ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നടപടികളും ഇവിടെ നമ്മളെ വികാസിൽ സ്വീകരിച്ചിട്ടില്ല. രണ്ടുപേരും സൗഹൃദത്തിനും സഹകരണത്തിനും വളരെ വില കൊടുക്കുന്ന രണ്ടുപേരും. ഇവിടെ ഈ രീതിയിലുള്ളൊരു പ്രോഗ്രാം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവർ അവർ രണ്ടുമാണെന്ന് പറഞ്ഞു. സ്നേഹത്തിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും യൂണിയൻ ഭേദമന്യേ ജീവനക്കാരെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ സ്നേഹിച്ച് ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ സർവീസ് അയക്കുന്നതിൽ സൗഹൃദപരമായ ജീവനക്കാരുടെ പെരുമാറിയും ഉദ്യോഗസ്ഥരാണ്. അതിൽ ബിജു സാർ പേർക്കുവേണ്ടി ഡിപ്പോയിൽ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നു. സുജീഷ് സാറിനെയും വളരെ നാളായി പരിചയമുള്ള ഒരു സുഹൃത്താണ്. PSI പ്രൊമോഷൻ ലഭിച്ച തൃശ്ശൂരിലേക്ക് പോയിട്ടുള്ള വിനോദ് സാർ ഇവിടെ വന്നാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിനും എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ട്രാൻസ്ഫറായി പോയ എൻ്റെ ബിജു സാറിനും സുജീഷ് സാറിനും വിനോദ് സാറിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. പ്രിയ സ്നേഹിതർക്ക് യാത്രയായിരുന്നു. കാരണം ഉദ്യോഗ കയറ്റം കിട്ടിയാലും തൊഴിലാളികളോടൊപ്പം എന്നും അവരുടെ സുഖദുഃഖങ്ങളിൽ സ്നേഹത്തോടെ പെരുമാറിയ സാറന്മാർക്ക് ആ സ്നേഹത്തോടെയുള്ള യാത്രയാണ് ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സുജീഷ് സാറിനും ബിജു സാറിനും അതുപോലെ തന്നെ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ നമ്മുടെ വിനോദ് സാറിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അവരുടെ ഭാവി ജീവിതവും നമ്മുടെ ഭാവി ജോലി ഭാസുരമായിട്ട് ആശംസിക്കുന്നു. ഇൻസ്പെക്ടറായി പ്രൊമോഷൻ ലഭിച്ചു പോകുന്ന ബിജു സാറിനും സുജീഷ് സാറിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇൻസ്പെക്ടറായി പ്രൊമോഷൻ നേടി CMD സ്ക്വാഡിലേക്ക് പോകുന്ന ശ്രീ ബിജു സാറിനും ശ്രീ സുജീഷ് സാറിനും നമ്മുടെ ജീവനക്കാരുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ ആശംസകളും. വികാസ് ഭവനിൽ നിന്ന് ട്രാൻസ്ഫറായി പോകുന്ന സാറിനും ബിജു സാറിനും എല്ലാവിധ ആശംസകളും. വികാസ് ഭവൻ ഡിപ്പോയുടെ ചരിത്രത്തിലെ ആൾക്കാരെ ഒന്നിപ്പിച്ച് പരിപാടികൾ നടത്തുന്നതിനും മറ്റും വളരെ നല്ല രീതിയിൽ സഹകരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു സുഹൃത്തുക്കൾ പോലെ നിന്ന ആൾക്കാരാണ് രണ്ടുപേരും. അവർ പോയി നമുക്ക് നല്ല വിഷമമുണ്ട്. ഇവിടെ എല്ലാവർക്കും അതിൻ്റെതായ പ്രയാസമുണ്ട്. അവർ 2-3 പേര് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വികാസ് ഭവനിലെ ഇപ്പോൾ നല്ലൊരു യൂണിയനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ലൊരു കൂട്ടായ്മയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വികാസ് ഫണ്ട് ഡിപ്പോയിലെ താങ്കളുടെ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത്, അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുക, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുക. നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ അവനെ ഉപദ്രവിക്കുമെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറ്റി നമ്മളെ ഔദ്യോഗിക ജീവിതം എന്താണെന്ന് കൃത്യമായി എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഉപദേശം. അതിലുപരി എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ KSRTC വികാസ് ഫണ്ട് ഡിപ്പോയിലെ സഹോദരി സഹോദരന്മാർ കക്ഷി രാഷ്ട്രീയ ട്രേഡിന് ഭേദമന്യേ കാറ്റഗറി ഭേദമന്യേ ഞങ്ങളെ സ്നേഹിച്ചതിന് ഞങ്ങൾ തിരിച്ചും അവരുടെ 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്.